1955 ഇറങ്ങിയ കാസിയോ AE20W ടിൻഗ്രാഫിന്റെ പുതിയൊരു അവതാരത്തെയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. കാസിയോ LF20W. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ടെക്ലോട്ടപ്പിന്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കൊരു ക്വിക്ക് അൺബോക്സിംഗ് കാണാം. ബ്ലാക്ക് കളറേ നമുക്ക് കിട്ടിയുള്ളൂ. ഇന്ത്യൻ സൈഡിലും ഈ വാച്ച് ഇപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം തന്നെ ഫീൽ ചെയ്യുന്ന കാര്യം വാച്ച് വളരെ ലൈറ്റ് വെയിറ്റ് ആണെന്നുള്ളതാണ്. ശരിക്കും ഭയങ്കര രസമാണ് ഈ വാച്ച് കാണാൻ. ഇതൊരു യൂണിസെക്സ് വാച്ചാണ്. വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യം ഇതൊരു 34mm വാച്ചാണെന്നുള്ളതാണ്. അതായത് നമ്മളിതൊരു F91W അടുത്ത് വെച്ച് നോക്കി കഴിഞ്ഞാൽ F91W ഇതിനേക്കാളും വലുതായിട്ടാണ് തോന്നുന്നത്. കണ്ടോ, ശരിക്കും അത് സത്യമാണ്. കാരണം F91W 35mm വാച്ചാണ്, ഇത് 34mm വാച്ചാണ്. പിന്നെ പക്ഷെ വേറൊരു കാര്യം കൂടി ഉണ്ട്. എന്ന് വെച്ചിട്ട് ഫീച്ചേഴ്സിൽ ഇതാണ് LF20W ആണ് കൂടുതൽ. LF20W വേൾഡ് ടൈം അടക്കം ഒരുപാട് ഫീച്ചറുകൾ F91W കൂടുതലുണ്ട്. ഡയൽ നല്ല കോംപ്ലിക്കേറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ കയ്യിൽ കിട്ടുമ്പോൾ നല്ല വെറൈറ്റി ലുക്കാണ് LF20W. ഇത് ഒരു കംപ്ലീറ്റ്ലി റെസിൻ ബിൽറ്റ് വാച്ചാണ്. നമ്മുടെ കേസ് റെസിൻ ബിൽറ്റ് ആണ്, അതുപോലെ തന്നെ ഗ്ലാസ് റെസിൻ ആണ്. നമ്മുടെ സ്ട്രാപ്പ് ബയോറെസിൻ ആണ്. കുറച്ചും കൂടി എന്താ പറയുക, നല്ല സ്ട്രാപ്പ് ആണെന്ന് തോന്നുന്നു. കുറച്ചും കൂടി കാണാനും കുറച്ചും കൂടി നല്ല ഫീൽ ഉള്ള ഒരു സ്ട്രാപ്പാണ്. കേസ് ബാക്ക് മെറ്റൽ ആണ്, അതുപോലെ തന്നെ ലുക്ക് വിഡ്ത്ത് 16mm ആണ്. 1955 ഇറങ്ങിയ കാസിയോയുടെ ഫേമസ് ആയ AE20W എന്ന് പറഞ്ഞ ടിൻഗ്രാഫ് വാച്ചിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് LF20W ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിന്റെ സ്ക്രീൻ ഒരു നോർമൽ പോസിറ്റീവ് ഡിസ്പ്ലേ ആണ്. നല്ല ക്ലിയർ ആയിട്ട് തന്നെ കാണാൻ പറ്റും. ഇതിൽ 4 ബട്ടണുകളാണുള്ളത്. ഈ 4 ബട്ടണുകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ചെറുതാണ്. നമ്മളൊരു F91W ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴും F91W ബട്ടൺസ് ആണ് ഇതിനേക്കാളും ചെറുത്. പക്ഷെ ഇതിന്റെ ഫീഡ്ബാക്ക് അത്യാവശ്യം നല്ലതാണ്. നല്ലൊരു ഫീഡ്ബാക്ക് ഉള്ള ബട്ടൺസ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇതിൽ എഴുത്തുകളൊന്നും അധികമില്ല, വളരെ മിനിമൽ ആയിട്ടുള്ള എഴുത്തുകൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ WR വാട്ടർ റെസിസ്റ്റൻസ് കൊടുത്തിട്ടുണ്ട്. വാട്ടർ റെസിസ്റ്റൻസ് എത്രയാണെന്ന് പറഞ്ഞിട്ടില്ല, എന്നാലും പിന്നെ കാസിയോ കൊണ്ട് നമുക്ക് പേടിക്കണ്ട, അത്ര പെട്ടെന്നൊന്നും വെള്ളം കയറാൻ സാധ്യതയില്ല. പിന്നെ സ്ക്രീനിൽ ഇവിടെ ഒരു അനലോഗ് വാച്ചിന്റെ ഡിജിറ്റൽ റെപ്രസെന്റേഷൻ ആണ് ഉള്ളത്. ഇത് തന്നെയാണ് ഈ വാച്ചിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഇവിടെ നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഡേ കാണാം, ഡേറ്റ് കാണാം, മന്ത് കാണാം. അതിന് താഴെ ഇവിടെയാണ് മെയിൻ ഡിസ്പ്ലേ. ഇവിടെയാണ് നമ്മുടെ എല്ലാ ഫീച്ചറുകളും കാണിക്കുന്നത്. ഹോം ടൈം ആണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെയുള്ളത് ഒരു 10 സെക്കൻഡിന്റെ ഒരു ആനിമേഷൻ ആണ്. നമ്മൾ മോഡ് ചേഞ്ച് ചെയ്യുമ്പോൾ ആ ആനിമേഷൻ കാണാൻ നല്ല രസമാണ്. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. കാരണം നമ്മുടെ ചാനൽ കാണുന്നതിൽ 70% പേരും സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവരല്ല. അപ്പോൾ അവരും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനിയും ഒരുപാട് വാച്ചുകൾ പെട്ടെന്ന് റിവ്യൂ ചെയ്യാൻ പറ്റും. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ. ഈ വാച്ചിന്റെ വിലയും വലിപ്പം വെച്ച് നോക്കുമ്പോൾ ഒരുപാട് ഫീച്ചറുകൾ ഇതിലുണ്ട്. ഇതൊരു വേൾഡ് ടൈം വാച്ചാണ്. 48 സിറ്റീസ് കവർ ചെയ്യുന്ന വേൾഡ് ടൈം ഉണ്ട്. അത് തന്നെയല്ല, നമ്മളിപ്പോൾ ഹോം ടൈമിൽ, അതായത് ടൈം കീപ്പിംഗ് മോഡിൽ നിൽക്കുമ്പോൾ തന്നെ ഈ സെർച്ച് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ 4 സിറ്റീസിലെ സമയം ഇവിടെ മാറി മാറി കാണിക്കും. ഇപ്പോൾ NYC T2, ലണ്ടൻ T3, പാരീസ് T4, T1 ഞാൻ ലോസ് ആഞ്ചലസ് ആണ് വെച്ചിരിക്കുന്നത്. ഈ സമയങ്ങളെല്ലാം നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ 4 രാജ്യങ്ങളുടെ സമയം അല്ലെങ്കിൽ 4 സ്ഥലങ്ങളുടെ സമയം നമുക്ക് ഈസി ആയിട്ട് ഹോം സ്ക്രീനിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. 24 ഫോർമാറ്റ് സപ്പോർട്ട് ചെയ്യും. നമ്മൾ ഇതിൽ വേൾഡ് ടൈം ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 48 സിറ്റീസ് കവർ ചെയ്യുന്ന വേൾഡ് ടൈം ആണ്. DST ഓൺ ഓഫും ചെയ്യാൻ സാധിക്കും. പിന്നെ നമ്മൾ വേൾഡ് ടൈമിൽ നിന്നാലും ഇവിടെ ഈ അനലോഗിൽ കാണിക്കുന്നത് ഹോം ടൈം തന്നെയായിരിക്കും. അത് നമുക്കൊരു എളുപ്പമാണ്. കാരണം നമ്മൾ ഏത് മോഡിലാണെന്നുണ്ടെങ്കിലും ഇവിടെ ഈ അനലോഗ് വാച്ചിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഹോം ടൈം തന്നെയായിരിക്കും. മോഡ് ഒന്നും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അലാമിൽ പോകും. അലാമിൽ നമ്മൾ ടൈം സിഗ്നൽ ഓണും ഓഫും ചെയ്യാൻ സാധിക്കും. അതുകൂടാണ്ട് തന്നെ നമുക്ക് 5 സെപ്പറേറ്റ് അലാംസ് ഇതിൽ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അത് കഴിഞ്ഞാൽ ടൈമറാണുള്ളത്. നമുക്കൊരു 24 മണിക്കൂറിൻ്റെ കൗണ്ട് ഡൗൺ ടൈമർ ഉണ്ട്. ഇതിൽ സിമ്പിളായിട്ട് ഓപ്പറേറ്റ് ചെയ്യാവുന്ന ഒരു കൗണ്ട് ഡൗൺ ടൈമറാണ്. അത് കഴിഞ്ഞാൽ നമുക്കിതിലൊരു സ്റ്റോപ്പ് വാച്ച് ഉണ്ട്. സ്പ്ലിറ്റ് ടൈം അടക്കം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോപ്പ് വാച്ച് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇത്രയാണ് ഈ വാച്ചിലുള്ള മോഡുകൾ. ഇതൊരു ഇലുമിനേറ്റർ ടൈപ്പ് വാച്ച് അല്ല, പക്ഷേ ഇതിൽ വളരെ നല്ലൊരു ലൈറ്റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ഒരു ആംബർ കളർ LED ആണ് ഇതിലുള്ളത്. സിംഗിൾ LED ആണ്, പക്ഷെ നല്ല ലൈറ്റ് ആണ്. സ്ക്രീൻ നന്നായിട്ട് ലൈറ്റ് അപ്പ് ആവും. പിന്നെ ഇതിൻ്റെ ഈ ഇലുമിനേഷൻ ഡ്യൂറേഷൻ നമുക്ക് 1.5 സെക്കൻഡ്സ് അല്ലെങ്കിൽ 3 സെക്കൻഡ്സ് അങ്ങനെ 2 ടൈമിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. 3551 എന്ന് പറഞ്ഞ മൊഡ്യൂളാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ബാറ്ററി CR1616 എന്ന് പറഞ്ഞ ബാറ്ററിയാണ്. വാച്ചിൽ ഏകദേശം 3 വർഷത്തോളം ബാറ്ററി നിൽക്കും. ഇനി ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞല്ലോ, ഇതൊരു യൂണിസെക്സ് വാച്ചാണ്. ആൺകുട്ടി പെൺകുട്ടി എന്നുള്ള വ്യത്യാസം ഇല്ലാണ്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു കിടിലൻ വാച്ചാണ്. വളരെ ക്യൂട്ട് ആൻഡ് കോമ്പാക്ട് ഡിസൈൻ ആണ്. പ്രത്യേകിച്ച് 80കളിലെ സ്റ്റൈലൊക്കെ വീണ്ടും ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഉപയോഗിക്കാൻ പറ്റിയൊരു നല്ല വാച്ചാണ്. അത് മാത്രമല്ല, നമുക്കൊരു ഏതൊരു കാഷ്വൽ ഡ്രസ്സിൻ്റെ കൂടെയും പെയർ ചെയ്യാൻ പറ്റിയൊരു വാച്ചാണ്. ഭയങ്കര കോമ്പാക്റ്റ് ആയിട്ടുള്ളതുകൊണ്ട് തന്നെ കൈ കിടക്കുന്ന അറിയ പോലും ഇല്ല. നമുക്ക് ഒരുപാട് സമയം ഉപയോഗിക്കാനായിട്ട് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. എൻ്റെ ഒരു 6 ഇഞ്ച് റിസ്റ്റാണ്. എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് തോന്നി. ഒരുപാട് കളറുകളുണ്ട്. കളറുകളെല്ലാം തന്നെ നല്ല നീറ്റ് കളറുകളാണ്. ഭയങ്കര കണ്ണിൽ കുത്തുന്ന കളറുകളൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ നല്ല നീറ്റ് ലുക്കിൽ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. ഇനി വാച്ചിൽ എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ എടുത്ത് പറയാനായിട്ട് പ്രത്യേകിച്ച് ദോഷങ്ങളൊന്നും ഇല്ല. പിന്നെ നമുക്കറിയാം കാസിയോന്ന് ഈ വിലയ്ക്ക് ഒരു റെസിൻ ബിൽഡ് വാച്ചേ കിട്ടുള്ളൂ.
ഇതിൻ്റെ ഗ്ലാസും റെസിൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ പോറുകളായിരിക്കും നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു പ്രശ്നം. ഈ വാച്ചിൻ്റെ ഇപ്പോഴത്തെ വില 2995 രൂപയാണ്. ഈ ഒരു വിലയ്ക്ക് ഈ ഒരു വാച്ച് വർത്താണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്കൊരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, അതും കൂടി ഒന്ന് ഫോളോ ചെയ്തോളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നതായിരിക്കും. ബൈ.